ഇന്നലത്തെ മീറ്റ് ദ ബ്ലാസ്റ്റേഴ്സ് പരിപാടിയിലെ പടയാളികളുടെ പ്രകടനത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഇവന്മാരെ എന്താ പറയേണ്ടത്? ഈ പ്ലേയേഴ്സിനോട് ചില അവന്മാരൊക്കെ ഈഗോ തീർക്കുന്ന പോലെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതേ അവന്മാർ തന്നെ നീലണ്ണയ്യയുടെ കാര്യം പറയാം, അണ്ണയ്യക്ക് വേണ്ടി കൈയടിക്കാൻ മുന്നിലുണ്ടായിരുന്നു. അതായത് ഈ അണ്ണയ്യക്ക് വേണ്ടി കൈയടിക്കാൻ നിൽക്കുന്നവന്മാരുടെ കൂറ് എവിടെയാണ് എന്ന് തെളിയുന്നുണ്ടായിരുന്നു. അതിനകത്ത് പ്രത്യേക തരത്തിലുള്ള ആവശ്യം, നമുക്ക് കപ്പടിക്കണ്ട, ബംഗളൂരുവിനെ തോപ്പിക്കുന്നതാണ് മുഖ്യം. ബംഗളൂരുവിന്റെ അവേ ഗ്രൗണ്ടിൽ അവരെ തോപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രൈമറി ഒബ്ജക്റ്റീവ്. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ബംഗളൂരു എഫ് സിക്ക് കൊടുക്കുന്ന മൈലേജിനെ കുറിച്ച് ഇവന്മാർ ചിന്തിക്കുന്നുണ്ടോ? ബംഗളൂരിന്റെ ഫാൻസ് അത് കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യുമോ ഇല്ലയോ എന്നറിയത്തില്ല. ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണിത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വപ്നം കപ്പടിക്കുകയല്ല, ബംഗളൂരുവിനെ ഒന്ന് തോൽപ്പിക്കുകയാണ് എന്നിങ്ങനെ പരസ്യമായിട്ട് പറയുന്നതിനെക്കാട്ട് വലിയ അപമാനം വേറെ ഇല്ല. ദാറ്റ് മീൻസ് കേരള ബ്ലാസ്റ്റേഴ്സിനെയും ആരാധകരെയും സംബന്ധിച്ചിടത്തോളം കപ്പല്ല വലുത്, ബംഗളൂരുവിനെതിരെയുള്ള വിജയമാണ് വലുത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബംഗളൂരുവിന്റെ റേഞ്ച് എന്താണ് എന്ന് ബംഗളൂരുവിന്റെ ആരാധകർക്ക് സ്വയം ആത്മരതി അടങ്ങിക്കൊണ്ടിരിക്കാം. നമുക്ക് കപ്പല്ല വേണ്ടത്, 2 മാസ് സ്റ്റാറ്റസ്, 2 ബിരിയാണി ട്രോള്, തീർന്ന് നമുക്കെല്ലാം ആയി. നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സാധനം ഇതൊക്കെ മതി. ഓക്കെ, സാധാരണഗതിയിൽ ഈ ഒരു ക്ലബിനോടൊപ്പം നിൽക്കുന്ന ആരാധകര് എന്താണ്, ഓക്കെ ബംഗളൂരു എഫ് സിക്ക് എതിരെയും ജയിക്കണം, എല്ലാ മത്സരങ്ങളും വിജയിക്കണം, ഒരു കിരീടമാണ് അൾട്ടിമേറ്റ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലാതെ ബംഗളൂരു എഫ് സി ആയിട്ടുള്ള റൈവൽറിക്ക് എന്ത് പഴക്കമാണ് ഉള്ളത്? ആകെ 2014 ഉണ്ടായ ക്ലബ്ബാണ്. ബംഗളൂരു എഫ് സി ആയിട്ടുള്ള കലിപ്പെന്തോ ഒരു ബിരിയാണിയുടെ പേരിലെ ട്രോള്, ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതും നമ്മൾ അങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞു വാങ്ങിച്ചൊരു സാധനം, നമ്മൾ ഇട്ടുകൊടുത്ത പേര്. പിന്നെ ബംഗളൂരു എഫ് സിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോട് ദേഷ്യം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേഷ്യമൊന്നും അല്ലല്ലോ, അവരുടെ ചാൻഡിങ് നമ്മൾ പ്രൊവോക്കിംഗ് ആയിട്ട് ചാൻഡ് ചെയ്യുന്നുണ്ട്. അവരാണ് ആദ്യം പ്രൊവോക്കിംഗ് ആയിട്ട് ചാൻഡ് ചെയ്ത് തുടങ്ങി. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള സാധനങ്ങളല്ലേ. പിന്നെ ഒരുമാതിരി പേഴ്സണൽ ഇഷ്യൂ പോലെ വന്ന് ഇങ്ങനെ ബംഗളൂരു എഫ് സിക്കെതിരെ ഉള്ള ആറ്റിറ്റ്യൂഡ് ശരിയല്ല, വാങ്ങിയാണ് തേങ്ങണം. ഓക്കെ, അത് ടീമിന്റെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്. അതിന് ഏതെങ്കിലും പ്ലേയേഴ്സിനെ മാത്രം കുറ്റം പറയുക എന്നതൊന്നും കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അവർ ബംഗളൂരു എഫ് സിക്കെതിരെ എന്നല്ല, എല്ലാ ക്ലബ്ബുകൾക്കെതിരെയും ജയിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് കളിക്കുന്നത്. അതിനകത്ത് ടീമിനെ മൊത്തത്തിൽ പറയേണ്ടി വരും. അല്ലാതെ ഒരു കളിയിലേക്ക് മാത്രം നിങ്ങളുടെ എല്ലാ എനർജിയും ചെലവഴിക്കുക, മറ്റു കളികളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമല്ല. നമുക്ക് ബംഗളൂരുവിനെ വിജയിക്കുകയാണ് കപ്പടിക്കുന്നതിനെക്കാട്ടി പ്രധാനം എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കാട്ടി അപമാനം വേറെ ഒന്നുമില്ല. എനിവേ, ഈ പറയുന്ന ആളുകൾ നിഖിലെണ്ണ താരങ്ങൾ ചോരയും നീരും വിയർപ്പും ഒഴുക്കുന്നതിനെ കുറിച്ച് ചേട്ടന്മാർക്ക് കൺസേൺ ഇല്ല. പക്ഷെ നിഖിലെണ്ണ പ്ലസ് മണി ഇൻപുട്ട് ചെയ്യുമ്പോൾ അതിന് കൈയടിക്കാൻ ആളുണ്ട്. ദിസ് ഈസ് ഇതാണ് വിരോധാഭാസം. അല്ലാതെ ഇപ്പം എന്താ പറയേണ്ടതിനെ കുറിച്ച് ഞാൻ